മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. ഇനി എക്സാമുകളുടെ ഒരു കാലം തന്നെ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടിപ്സും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് എക്സാം ഹോളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ. അതെന്തൊക്കെയാണ് എന്ന് ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാനുമുള്ള ടിപ്സാണ് മിസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ഒരു മേജർ മിസ്റ്റേക്ക് ആണ് ഒന്നാമത്തേത്, നോട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർലി. നമ്മളെഴുത് ടെൻഷനും ആ സമയത്ത് എങ്ങനെയും ഒന്ന് എക്സാം എഴുതി പോകണം എന്നുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പറായിട്ട് വായിക്കാത്തത് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 15 മിനിറ്റ് സ്കൂൾ ഓഫ് ടൈമിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുറേ കുട്ടികൾ, മിസ്സിനോട് തന്നെ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുള്ളതുണ്ട്, ഇതിൻ്റെ പുറകിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് മിസ്സെ കാണാതെ പോയി, അത് മിസ്സായി പോയി, അതുകൊണ്ട് വെറുതെ അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതാതെ മാർക്ക് പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. സോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അത് പ്രോപ്പറായിട്ട് വായിക്കുക. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി അത് വ്യക്തമായിട്ട് അതിന് ആൻസർ നിങ്ങളുടെ മനസ്സിൽ എത്തിയിട്ട് വേണം അത് ആൻസർ ഷീറ്റിലേക്ക് എഴുതാൻ. രണ്ടാമത്തെ ഒരു മേജർ പ്രശ്നം ടൈം മാനേജ്മെന്റ് ആണ് അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ കുറേ നേരം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഹാളിൽ ഇരുന്ന് നമ്മൾ ആലോചനയിലായിരിക്കും. പക്ഷേ ഇതെന്താണ് എഴുതണമെന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കും, എക്സാം എഴുതി സമയം കഴിഞ്ഞു പോകും, എഴുതി കഴിയാനുള്ള ടൈമും പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വെയിറ്റേജിനും അതിനനുസരിച്ച് ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം കൊടുക്കുക. 2 മാർക്കിനും 3 മാർക്കിനും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ മാക്സിമം എന്ത് ചെയ്യുക, ലിമിറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ ശ്രമിക്കാം. കുറേ പേർക്കും ഈ സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നം വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ വെയിറ്റേജ് അനുസരിച്ചുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര ടൈമിലുള്ള ഞാൻ ഇത്ര പോർഷൻ സെറ്റാക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ 2 പാർട്ട് എയും പാർട്ട് ബിയും കംപ്ലീറ്റ് ചെയ്യും എന്നൊരു ടാർഗറ്റ് വെച്ചിട്ട് ആൻസർ ഷീറ്റ് എഴുതി തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, എക്സാം എഴുതാൻ പറ്റും. മൂന്നാമത്തെ ഒരു മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലീവിങ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആലോചിച്ചിരിക്കും, സമയം കിട്ടിയില്ല, അതവിടെ വിടും. അടുത്തത് വീണ്ടും ആലോചിച്ചിരിക്കും, ഇതും കിട്ടുന്നില്ല, അവിടെ വിടും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെങ്കിലും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല എന്നുള്ള കൺഫ്യൂഷൻ കാരണം എന്ത് ചെയ്യും, ഇത് എഴുതണ്ടെന്ന് വെച്ച് നിങ്ങൾ വെറുതെ വിടും. അങ്ങനെ ചെയ്യരുത്, കാരണം അതൊരു വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ ആണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതിയാൽ ആ ഒരു പോയിന്റിന് നമുക്ക് 1 മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങളെ മിസ്സാക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ വായിച്ച് എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലും അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ലീവ് ചെയ്യാതെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് അതിൽ നിന്ന് കിട്ടിയാൽ ഒരു 1 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് ആണ്. അത് മിസ്സാക്കാതിരിക്കുക. അടുത്ത മെയിൻ മിസ്റ്റേക്ക് ആണ് മേക്കിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഓർ ഗ്രാമർ മിസ്റ്റേക്സ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു പ്രശ്നം, നമുക്ക് അറിയാം, കോൺസെപ്റ്റ് അറിയാം, പക്ഷെ അത് പേപ്പറിലേക്ക് എഴുതുന്ന സമയത്ത് ഇത് ഇങ്ങനെ തന്നെയാണോ, പ്രോപ്പറാണോ എന്ന ഡൗട്ട് അടിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റാണ്ടാകും. അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരിക്കും. കുറേ ടീച്ചേഴ്സ് പറഞ്ഞ് മിസ് കേട്ടിട്ടുണ്ട്, നല്ലോണം കോൺസെപ്റ്റ് അറിയാം, നല്ലോണം എഴുതാൻ അറിയാം, പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ആൻസർ ഷീറ്റിലേക്ക് വരുമ്പം ഒന്നെങ്കിൽ മെയിൻ പ്രശ്നം ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ല, രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്ക് വരിക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് ആദ്യം പഠിച്ചെടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് നല്ല പ്രോപ്പറായിട്ട് എഴുതാൻ, ഇപ്പം മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ആൻസർ എഴുതുന്നത് ആ ആൻസറിൽ 100% കോൺഫിഡൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ നല്ലോണം റീഡിങ് ചെയ്യണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം. അതുകൂടാതെ മറ്റ് ബുക്സ് നല്ലോണം വായിച്ചാൽ നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്സ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു മേജർ മിസ്റ്റേക്ക്, അതായത് 5th മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലാസ്റ്റത്തിലേക്ക് വെക്കും അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എളുപ്പമുള്ളത് എഴുതാൻ സമയം ലാസ്റ്റ് കിട്ടും, കടുപ്പമുള്ളത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് ആദ്യം എഴുതി തീർക്കാമെന്ന് വിചാരിച്ച് ആ ബുദ്ധിമുട്ടുള്ളത് ആലോചിച്ചിരുന്ന് നമ്മുടെ 10 മിനിറ്റ് സമയം വെറുതെ കളയും. അപ്പോൾ അതൊരു മെയിൻ മിസ്റ്റേക്കാണ്. നിങ്ങൾ ഒരു ആൻസർ ഷീറ്റ് എഴുതുന്നതിന് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. കാരണം ആ പ്രസൻറ്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിൻ്റെ ആ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന എക്സാമിനറിനെ നമുക്ക് വീഴ്ത്താൻ പറ്റും. അതായത് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് പേജ് ആൻസർ ഷീറ്റിൽ തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പോവുക. ഏറ്റവും ബെറ്റർ ചോയ്സ് നിങ്ങളുടെ 1 മാർക്കിന്, അതായത്
അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ ഓർഡറിൽ പോകുന്നത് ഏറ്റവും നല്ല ചോയ്സ് ആണ്. അതിൽ ഏറ്റവും അറിയാവുന്നത് നിങ്ങൾ ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കോൺഫിഡൻസ് ആ ഒരു പേപ്പറിൽ കിട്ടും. അത് നമുക്ക് എഴുതുമ്പോൾ നമുക്കും കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. ഓ, ഇതൊക്കെ എനിക്ക് അറിയാം, എഴുതാൻ പറ്റുന്നുണ്ടോ, ഈ എക്സാം കുഴപ്പമില്ല എന്നൊരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റും. രണ്ടാമത്, ഈ എക്സാമിനറിൻ്റെ ഈ ഒരു ഷീറ്റ് നോക്കുമ്പം അത് നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, അതിലും വെട്ടും തിരുത്തൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തത് കാണുമ്പം നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു വാല്യൂ കൂട്ടാനും നമുക്ക് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽ വെക്കാം. അറിയാവുന്നത് ആദ്യം തന്നെ എഴുതി സമയം കുറച്ചുകൂടെ എന്ത് ചെയ്യാം, എടുക്കാൻ ശ്രമിക്കുക, അത് കളയാതിരിക്കുക. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഒരു ഫസ്റ്റ് പേജ് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. അടുത്ത ഒരു മേജർ മിസ്റ്റേക്ക്, അതായത് നമ്മുടെ 6th മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ലാർജ് മിസ്റ്റേക്ക് തന്നെയാണ് നെവർ റീചെക്കിംഗ് ദ ആൻസർ ഷീറ്റ്. പ്രധാനമായിട്ട് ഈ സമയമില്ലാത്തതിന് പ്രശ്നം കാരണം നമ്മൾ അവസാനം എന്ത് ചെയ്യും, പെട്ടെന്ന് എല്ലാം കൂടി എടുത്ത് വാരിക്കൂട്ടി നൂല് കെട്ടി വേഗം ടീച്ചറിന് കൊടുക്കും. അത് റീചെക്ക് ചെയ്യാത്തത് ഒരു മെയിൻ പ്രശ്നമാണ്. ഇതുപോലെ കുറേ പേർക്ക് വന്ന മിസ്റ്റേക്കാണ്. ഒന്നാമത്തേത്, നമ്മൾ അറ്റൻഡ് ചെയ്യാതെ ലാസ്റ്റത്തേക്ക് എഴുതാൻ വെച്ച് ക്വസ്റ്റ്യൻസ് എഴുതാതെ മിസ്സായി പോയിട്ടുണ്ടാവും. രണ്ടാമത്തേത്, ഒരു ആൻസറിൻ്റെ സബ് ക്വസ്റ്റ്യൻ്റെ ബാക്കി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കെട്ടാതെ പോകും, ഇത് കറക്റ്റ് ഓർഡറിൽ റീചെക്ക് ചെയ്യാത്തത് കൊണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ വിട്ടതോ അല്ലെങ്കിൽ കാണാതെ പോയ ക്വസ്റ്റ്യൻസോ പിന്നീട് എഴുതാൻ കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. സോ ഈ 3 പ്രശ്നങ്ങളെ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ആൻസർ ഷീറ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ അത് ഓർഡറാക്കി വെച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ വായിച്ച് അതെങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് റീചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓരോന്നിനും സബ് ക്വസ്റ്റ്യൻ, ചിലപ്പോൾ മാത്സിൻ്റെ ഒക്കെ പേപ്പറിൽ നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ ചെയ്തിട്ടുണ്ടാകും ആൻസർ, അത് ഇപ്പുറത്തേക്ക് മെയിൻ ഷീറ്റിലേക്ക് എഴുതാൻ മറന്നിട്ടുണ്ടാകും. അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആൻസർ ഷീറ്റ് പ്രോപ്പറായിട്ട് റീചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ ഐ എം ഷുവർ നിങ്ങൾ നല്ലൊരു ടോപ്പ് ലെവലിലേക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ കൊണ്ടുവരാൻ പറ്റും. സോ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക, ഈ മിസ്റ്റേക്സ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.